പുതിയ മന്ത്രിസഭയൊക്കെ അധികാരമേറ്റു. തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടം പോലെ UDF പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. ഒരു ഉത്സവം കഴിഞ്ഞാൽ സാധാരണ ആളുകൾ മടങ്ങിപ്പോവുകയാണ് പതിവ്. പക്ഷേ ഈ ഉത്സവം നിലനിർത്താനാണോ എന്നറിയില്ല. വന്ന ഉത്സവം കാണികൾ മുഴുവൻ തലസ്ഥാന നഗരിൽ നിലനിൽക്കുന്നു. നിൽക്കട്ടെ അല്ലേ കാശ്മി? അപ്പൊ ഈ ഉത്സവം കഴിഞ്ഞു, ഉത്സവം കഴിഞ്ഞു എന്ന് നമ്മൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇതുവരെ കാണാത്ത വിധമുള്ള വലിയ ജനാരവം അവിടെ കണ്ടു. എന്താണ് വേദിയിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. ഉറപ്പായും വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ തുടരുന്നുണ്ട്. അതിന് ഹണിമൂൺ പീരീഡ് കഴിയാൻ പോകുന്നു. സർക്കാരിനെതിരെ വിമർശനങ്ങൾ വരാൻ പോകുന്നുണ്ട്. സർക്കാർ മുന്നോട്ട് വെച്ച പല വാഗ്ദാന പ്രഖ്യാപനങ്ങളുടെ സമയം കഴിഞ്ഞ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. അതിനുശേഷം ദ റിയൽ ടെസ്റ്റിംഗ് ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC യാത്ര, പറഞ്ഞ പ്രഖ്യാപനങ്ങൾ, അതൊക്കെ സാമ്പത്തിക മാന്യകാലം എങ്ങനെ ഡീൽ ചെയ്യാൻ പോകുന്നു എന്ന കാര്യങ്ങളൊക്കെ സ്കാൻ ഇനി വരും ദിവസങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. സർക്കാരിൻ്റെ റിയൽ പീരീഡ് ഹണിമൂൺ കഴിയാൻ പോകുന്നേ ഉള്ളൂ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഗോപികൃഷ്ണൻ, ശരിക്കും ഈ ഗവൺമെന്റ് ഒരുപാട് കടമ്പകളുണ്ട്. കാര്യം ഒരുപാട് വാഗ്ദാനങ്ങളും അവർ നൽകിയിട്ടുണ്ട്. ഈ ഭരണമാറ്റത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു അനുഭവം നമ്മുടെ മുന്നിലുള്ളത് സെക്രട്ടേറിയറ്റിൽ കാണുന്ന വലിയ ജനാവലിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾക്ക്, അതായത് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായതുപോലെ അനസ്യൂതം ജനങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, പ്രകടമായും ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റിയെന്ന് മാത്രമല്ല, അവിടുത്തെ നോർത്ത് ഗേറ്റ്, അതായത് സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ ഗേറ്റ് തുറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സാധാരണ നമുക്ക് പറയാം, അതൊക്കെ ഒരു സർക്കാർ മാറി വരുമ്പോൾ നേരത്തെ എന്തൊക്കെയായിരുന്നോ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് VD സതീശൻ ആക്ഷേപങ്ങളായി ഉന്നയിച്ചിരുന്നത്, അതിനൊക്കെയുള്ളൊരു മാറ്റം എന്ന നിലയിൽ കണ്ടാൽ മതി. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ദ റിയൽ ടെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ VD സതീശനും അല്ലെങ്കിൽ UDFും മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം എതിർത്തിട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്വീകരിക്കാൻ പോകുന്ന സമീപനങ്ങൾ, ഇത് എത്രത്തോളം ജനകീയമായ ഒരു സർക്കാരായിരിക്കും, എത്രത്തോളം ജന അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്ന ഒരു സർക്കാരായിരിക്കും, എത്രത്തോളം കേരളത്തിന്റെ ഭാവി വികസനത്തിന് ഗുണം ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാരായിരിക്കും, എത്രത്തോളം ജനങ്ങളുടെ ഹിതമനുസരിച്ച് പെരുമാറുന്ന ഒരു ഭരണമായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത് എന്നതിന്റെ റിയൽ ടെസ്റ്റിംഗ് പീരീഡാണ്. പക്ഷേ 1-2 കാര്യങ്ങൾ നമുക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. 266 ദിവസം നീണ്ടുനിന്ന ചരിത്രപരമായ ഒരു സമരം ആശാ വർക്കർമാർ നടത്തിയിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അതിൽ അവരുടെ ആവശ്യങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവരുടെ ഈ പെൻഷൻ ആനുകൂല്യങ്ങളുടെ കാര്യത്തിലായിരുന്നു. ആ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇതുപോലെ സമരരംഗത്തുണ്ടായിരുന്നു, കേരളിന്റെ കാര്യത്തിൽ. ആ പദ്ധതിയെ വേണ്ട എന്ന് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിർണായകമായ മറ്റു പല തീരുമാനങ്ങളിലേക്കും കടക്കുകയാണ്. ഏറ്റവും ആശാവഹമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ വലിയൊരു വാഹന വ്യൂഹം അദ്ദേഹത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അങ്ങനെ ഒന്നും വേണ്ട, ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് VD സതീശൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഭരണതലത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിലും മാറ്റങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ഈ വരുന്ന 5 വർഷക്കാലം കേരളത്തിന്റെ ജനതയുടെ വികസനത്തിന്, അവരുടെ സംരക്ഷണത്തിന്, അവരുടെ ഹിതമനുസരിച്ച് ഭരിക്കാൻ പറ്റുന്ന ഒരു സർക്കാരായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രതിപക്ഷത്തിരിക്കുക എന്നതാണ് മാധ്യമം എന്നതിൽ നമ്മുടെ ധർമ്മം. അതിൽ നിന്നുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കും നമ്മൾ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.